ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ജി സിനിമാസിൽ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. രാത്രി 8:30 ഷോ ആണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ടിക്കറ്റ് തീർന്നു പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ 11:30 ഷോയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. അതുവരെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇങ്ങനെ കറങ്ങി അങ്ങനെ നടന്നു കേട്ടോ. ഈ ഒരു സമയം ഫോർട്ട് കൊച്ചി ബീച്ചിൽ നല്ല വൈബാണ് കേട്ടോ. കാരണം വെയിലൊന്നുമില്ല. എന്താ പറയുക, കുറേ നേരം നമുക്ക് ഇങ്ങനെ ഒരു ക്ഷീണമൊന്നും തോന്നത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. കടകളൊക്കെ സജീവമാണ്. ഇവിടെ കുറേ സീ ഫുഡ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് സീ ഫുഡ്സിൻ്റെ കടകളിലോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ അവിടെ നടന്നു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് ആ ബീച്ചിൽ കളിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് അങ്ങനെ നിന്നു. ബീച്ചിൽ ഇറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇനി 11:30 ഷോക്ക് കയറണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തോട്ട് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഡേഞ്ചർ പ്ലേസ് ആണെന്ന്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ബീച്ചിൽ വന്നപ്പോൾ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ബീച്ച് കിടക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഇത്രയും വൃത്തിയിൽ ഞാൻ ബീച്ച് കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അവിടെ മാറി നിന്ന് കുറേ നേരം വീഡിയോസൊക്കെ എടുത്തു, ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ പുറയുന്നതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി ഒന്ന് അടിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം നിന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇവിടെ കുറച്ച് മുമ്പ് പാമ്പിനെ കണ്ടെന്ന്. അപ്പോൾ ഞാൻ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ, ബീച്ചിൽ ചില സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്, കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ വരും. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ സമോസ ചാട്ട് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ല, ആക്രാന്തം മൂലം അതങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോയുടെ കാര്യം ഓർത്തത്. പിന്നെ പാനിപ്പുരി കൈ കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോ ശങ്കറിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പാനിപ്പുരിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ നീ സമയം കളയേണ്ട, ഇനിയും ടിക്കറ്റ് കിട്ടാതെ വന്നാലോ എന്ന് വിചാരിച്ച് നേരെ ജി സിനിമാസിലോട്ട് പോന്നു കേട്ടോ. ആദ്യം വന്ന ആൾക്കാർ ഞങ്ങളാണെന്ന് തോന്നുന്നു. ടിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട്, തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. താങ്ക് യു ഫോർ watching.